വരികയാണ്. കൊടകര കുഴൽപ്പണ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡി നടത്തുന്ന കള്ളക്കളികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. പ്രതിഷേധ മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേരുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ സംസാരിക്കുന്നു. കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്നതിന് വേണ്ടി ED ശ്രമിക്കുന്ന നിലപാടുകൾക്കെതിരായി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയുടെ തെറ്റായ നിലപാടുകൾ അവസാനിപ്പിച്ചുകൊണ്ട് BJP-ക്കാർ പ്രതിയായിട്ടുള്ള കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്ന ED നിലപാടുകൾക്കെതിരെ സന്ധിയില്ലാ സമരത്തിന്റെ കാഹളമൊഴി മുന്നേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിൽ ചേരുന്ന പൊതുസമ്മേളനത്തെ പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗ സഖാവ് A വിജയരാഘവൻ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും ചെറിയ ഒരു കേസുകൾ വന്നാൽ പോലും അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ED വരികയും കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ED ഇപ്പോ കൊടകരയിലുണ്ടായിട്ടുള്ള ആ കുഴൽപ്പണ കേസ് യാഥാർത്ഥ്യം ഉള്ള കേസ്, ആ കുഴൽപ്പണ കേസിൽ BJP-ക്കാർ ഉൾപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ BJP-ക്കാരെ വെള്ളപൂശുന്നതിനും കൊടകര കുഴൽപ്പണ കേസ് ഇല്ലാതാക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാടുകൾക്കെതിരെ സന്ധിയില്ലാ സമരത്തിന്റെ കാഹളമോതി മുന്നേറുന്ന CPIM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് വഴി കടന്നു വരികയാണ്. പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭരണത്തിന് കീഴിൽ ED-യെ പോലും അവരുടെ കളിപ്പാവകളാക്കി മാറ്റി നിർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്ന ED യാഥാർത്ഥ്യമുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ED നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. നൂറുകണക്കിന് പേരാണ് നിരക്കുന്ന പ്രതിഷേധ മാർച്ച് ED ഓഫീസിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ചേരുന്ന പ്രതിഷേധ യോഗം CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളിൽ ഞങ്ങൾ സകർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്നതിന് വേണ്ടിയും BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന നിലപാടുകൾക്കെതിരായി ED നടത്തുന്ന നിലപാടുകൾ, തെറ്റായ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED-യുടെ തെറ്റായ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് CPIM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേർന്ന പൊതുസമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗ സഖാവ് A വിജയരാഘവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ
ആ പൊതുയോഗത്തിലേക്ക്, പ്രതിഷേധ യോഗത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്ന നീതി നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകര കുഴൽപ്പണ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. BJP-കാർ ഉൾപ്പെട്ടിട്ടുള്ള കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്ന നിലപാടുകളുമായി എടുത്തു പോകുന്ന ED-യുടെ തെറ്റായ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും രാഷ്ട്രീയ പ്രതിയോഗികളെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ED നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേരുന്ന വമ്പിച്ച പ്രതിഷേധ യോഗം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടന വേദിയിലേക്കും പ്രതിഷേധ മാർച്ചിലേക്കും ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നുവരികയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED-യുടെ നേതൃത്വത്തിൽ കൊടകര കുഴൽപ്പണ കേസ് ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ വെള്ളപൂശുന്ന നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED-യുടെ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുന്നതിനും ശ്രമിക്കുന്ന ED-യുടെ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേരുന്ന പ്രതിഷേധ യോഗം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടന വേദിയിലേക്ക് നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പോരാട്ടങ്ങളുടെ ഭൂമിയായ കേരളത്തിന്റെ വെള്ളഭൂമിയിൽ എണ്ണമറ്റ സമര ത്യാഗോദരങ്ങളായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ നേതൃത്വത്തിൽ കൊടകര കുഴൽപ്പണ കേസിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ വെള്ളപൂശുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ED-യുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED-യുടെ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കളിപ്പാവയായി ED മാറിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ED-യുടെ തെറ്റായ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. ഈ മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേർന്ന് വമ്പിച്ച പ്രതിഷേധ യോഗം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പ്രതിഷേധ മാർച്ചിലും ആ യോഗത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. സൂര്യനെ സമീകാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപുരുത്തി നമ്മുടെ പൂർവികർ നേടിയെടുത്ത പെറ്റനാടിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സാമ്രാജ്യത്വ വൈദേശിക ശക്തികളുടെ കാൽക്കീഴിലേക്ക് അടിയറവയ്ക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കൊടകര കുഴൽപ്പണ കേസ് ഇല്ലാതാക്കുന്നതിനും അതിലുൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ വെള്ളപൂശുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED-യുടെ
നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. ഈ മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേരുന്ന വമ്പിച്ച പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ ആ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടന വേദിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലും ഇന്ത്യയിലാകെയും രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ട് ഇല്ലാത്ത കേസുകൾ എല്ലാം എടുത്ത് കള്ളക്കേസിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സമൂഹത്തിന് മുന്നിൽ തെറ്റായ അവതരിപ്പിക്കുകയും ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കൊടകര കുഴൽപ്പണ കേസ് ഇല്ലാതാക്കും ശ്രമിക്കുന്ന ED നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കളിപ്പാവയായി ED മാറിയെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച CPIM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് CN മോഹനൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ED ഓഫീസിലേക്ക് മുന്നിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ ആ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലുമെല്ലാം ഇല്ലാത്ത കേസ് ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ കള്ളക്കേസിൽ കുടുങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യുന്ന നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന ED കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്നതിനും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന നിലപാടുകൾക്കുമെതിരായി CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് CN മോഹനന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് ED ഓഫീസിന് മുന്നിൽ ചേരുന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ സംസാരിക്കുമ്പോൾ ആ പ്രതിഷേധ മാർച്ചിലേക്കും ആ പ്രതിഷേധ യോഗത്തിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പോരാട്ടങ്ങളുടെ ഭൂമിയായ കേരളത്തിന്റെ വളഭൂമിയിൽ എണ്ണമറ്റ സമര ത്യാഗോജ്വലങ്ങളായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ED ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള BJP നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടകര കുഴൽപ്പണ കേസ് വെള്ളപൂശുന്ന ED നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM-ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് CM മോഹനൻ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് പ്രതിഷേധ യോഗത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്.
ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, പിഒപി സ്മാർട്ട് സിന്ദാബാദ്, ഇൻക്ലാബ് ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. നടക്കാൻ പോരാ ഈ പ്രതിഷേധ മാർച്ചിൽ വന്നിട്ടുള്ള സഖാക്കൾ അവിടെ താഴെ ഇരിക്കുന്നതാണ് നല്ലത്. ആ പ്ലക്കാർഡെല്ലാം പിടിച്ച ഒരു ഇപ്പത്തേക്ക് വരുക. ബാക്കി സഖാക്കൾ അവിടെ താഴെ ഇരിക്കണം. നല്ല തണലുണ്ട്, ഇരുന്നോ. മാഹിയേ നീ ഇത് വിളിച്ച് ഞാൻ എടുത്തുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഇച്ഛയ്ക്കനുസൃതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയപരമായ വേർതിരിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടന്നുകയറി അവിടുത്തെ ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ ഏജൻസികളിൽ ഒന്നായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രവർത്തനം കേരളത്തിനകത്ത് കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിനകത്ത് ഉണ്ടായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ ബിജെപിക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ കേരളത്തിൽ കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ബിജെപിയുടെ പ്രസിഡന്റായിരുന്ന സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ പണം വിതരണം ചെയ്ത കഥ നമ്മൾക്കറിയാം. കേരളത്തിലെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കേസെടുത്ത് കുറ്റപത്രം കൊടുത്തതിന് ശേഷം ഇഡിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇഡി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഭരണകൂടം ഭരിക്കുന്നത് ബിജെപി ആണ് എന്നുള്ളത് കൊണ്ട് പച്ച നുണ എഴുതി പിടിപ്പിച്ച് കോടതിയിൽ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ വിവേചനത്തിന്റെ പേരിൽ കേരളത്തിനകത്ത് നടത്തുന്ന ഇഡിയുടെ പ്രവർത്തനത്തിനെതിരായി ഈ അഴിമതി വളരെ കൃത്യമായി അന്വേഷിച്ച പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിക്കാതെ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ രക്ഷിക്കുന്നതിനെതിരെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയാണ്. ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷനായി സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എംഎൽഎയും കൊച്ചി മേയറുമായിരുന്ന സഖാവ് CM ദിനേശ് മണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ചിനോടനുബന്ധിച്ചുള്ള യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി CPIന്റെ ജില്ലാ കമ്മിറ്റി
ഒരവസരമായി. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള CM ദിനേശ് മണി, ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ എത്തിച്ചേർന്ന പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ, ഈ പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹനൻ, വേദിയിലിരിക്കുന്ന മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, MLA-മാർ, സഹോദരന്മാരെ, സഖാക്കൾ, കൊടകരയിൽ നടന്ന കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ED എടുത്തിട്ടുള്ള നിലപാടിനെതിരെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തുള്ള എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും പാർട്ടി ബ്രാഞ്ചുകളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സമരം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ നടപ്പിലാക്കുവാനും വേണ്ടി BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കുഴൽപ്പണമായി BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവർക്കും ലഭിച്ചത്. ആ ലഭിച്ച പണം BJP-യുടെ സംസ്ഥാനത്തെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് കൊടകരയിൽ വെച്ച് അത് തട്ടിയെടുക്കുകയാണ്. ഏതാണ്ട് 3.5 കോടി രൂപയോളം BJP-യുടെ തന്നെ ഉന്നതരെ അറിഞ്ഞുകൊണ്ട് തട്ടിയെടുത്തു. അതിനു മുമ്പും ഈ കുഴൽപ്പണം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ തട്ടിയെടുക്കലോടുകൂടിയാണ് ഈ വിവരം പുറത്തായ തട്ടിയെടുത്ത ദിവസം തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായി. പരാതി കൊടുത്തതാകട്ടെ ഈ 3.5 കോടി രൂപ എണ്ണെന്നും മറച്ചു വെച്ച് വെറും 25 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെന്നാണ് പരാതി കേരള പോലീസ് അന്വേഷിച്ചു. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സേനയുമുള്ള വിഭാഗമാണ് കേരള പോലീസ്. ഒത്തിരിയേറെ കേസുകൾ വളരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പോലീസ് വിഭാഗമാണ്. ആ പോലീസ് അന്വേഷിച്ച് ഇതിന്റെ ഉറവിടവും ധാരാളം തട്ടിയെടുത്തെന്നും തട്ടിയെടുത്ത പൈസ എങ്ങനെയാണ് പോയെന്നും അതിൽ ആരൊക്കെ പങ്കെടുന്നെന്നും ആ പങ്കുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് കേസ് ഫയൽ ചെയ്ത് ഇതൊരു സാമ്പത്തിക അന്വേഷണ കേസായതുകൊണ്ട് ED-ക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ED ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള BJP നേതാക്കന്മാരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി കേരള പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥിരം പതിവാണ്. ഇപ്പൊ മഹാരാഷ്ട്ര, മുൻ കർണാടക ുള്ള ഗവൺമെന്റ് അതുപോലെയുള്ള സംസ്ഥാനത്തും ഈ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ MLA-മാരെയും MP-മാരെയും ചാക്കിട്ട് അപ്പുറത്താക്കിയിട്ടുള്ളത്. അതിന്റെ ഒരു നീണ്ട നിരയുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ ഈ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സാമ്പത്തിക ഏജൻസികളുടെ ED പൂർണ്ണമായിട്ടും BJP-യുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ഏജൻസി ആയി മാറി. നിരവധി ഉന്നത നേതാക്കന്മാരെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ BJP-ക്ക് വഴങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കേസൊന്നുമില്ല, ആ കേസെല്ലാം അപ്രത്യക്ഷമാവുകയാണ്. ആ രീതിയിൽ തീർത്തും തരം താഴ്ന്ന രീതിയിൽ ഏറ്റവും മോശമായ രീതിയിൽ
കൈകാര്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക ഏജൻസിയായി സിഐഡി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ ഒരു നമ്മളെല്ലാം അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തി. അത് കേരളമായതുകൊണ്ടാണ് അമ്പരന്നത്. 40 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കേരളത്തിൽ BJPയുടെ സർക്കാർ കൊണ്ടുവരും എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രഖ്യാപനമെല്ലാം വെറുതെ ആയിരുന്നില്ല, വളരെ ബോധപൂർവം പ്രസ്താവന നടത്തിയതാണ്. ഈ വരുന്ന കോളപ്പണം കൊണ്ട് UDFിലെ MLA എല്ലാം പിടിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ കോടികൾ കൊടുത്തുകൊണ്ട് മറ്റു മന്ത്രിസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അട്ടിമറിക്കാമെന്നുള്ള ധാരണയിലാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പ്രസ്താവന നടത്തിയത്. അപ്പൊ അതിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അവിടെയും ഇത് തന്നെ സ്ഥിതി. ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന കൊടുക്കുന്ന ആളുകളെല്ലാം ED റെയ്ഡ് ചെയ്യുകയാണ്. റെയ്ഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള ആളുകളെല്ലാം ഉടമസ്ഥരും ഡയറക്ടർ ബോർഡെല്ലാം ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന കൊടുക്കുകയാണ്. അതിലൂടെ കേസും അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഏജൻസി രാജ്യത്ത് വേണോ വേണ്ടതെന്നാണ് ചോദിക്കാനുള്ളത്. ഇത് പിരിച്ചുവിട്ട് വേറെ വല്ല സാമ്പത്തിക ഏജൻസി ഉണ്ടാക്കണം. ഈ സാമ്പത്തിക ഏജൻസി രാഷ്ട്രീയമായിട്ടുള്ള മറ്റുള്ളവരെ കേസിൽ കൊടുക്കുവാനും അവരെ ക്രൂരമായി മർദ്ദിക്കുവാനും ഒക്കെയായിട്ടാണ് ഈ സാമ്പത്തിക ഏജൻസി നടത്തുന്നത്. അപ്പൊ ആ ED വടകര കുഴൽപ്പണം കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ രീതിയെ സംസ്ഥാനത്തെമ്പാടും തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ED ഓഫീസായിട്ടുള്ള ഇതിന്റെ തൊട്ട് പുറവശമാണ് ED ഓഫീസ്. അവിടെ ഈ ED കേസിൽ പെടുത്തുന്ന പ്രതികളെല്ലാം കൊണ്ടുവരുമ്പോ ഇപ്പൊ പോലീസ് ബാരിക്കോഡ് കെട്ടിട്ടുണ്ടല്ലോ, അതേപോലെ EDയുടെ ഓഫീസിന് മുന്നിൽ വലിയ ബാരിക്കോഡ് കെട്ടും. അപ്പൊ അറിയാം ആരൊക്കെ ED കേസിൽ പെടുത്തി അവിടെ കൊണ്ടുവരണ്ടെന്ന് പറയുന്നത്. അതൊരു ഇടിമുറി കൂടിയാണെന്നാണ്, ക്രൂരമായ മർദ്ദനം കൂടിയാണെന്നാണ്. മർദ്ദിച്ച് അവർ പറയുന്ന രീതിയിൽ ഒപ്പിട്ട് പ്രസ്താവന നടത്തി അവരെ പറഞ്ഞു വിടുകയാണ്. ചിലപ്പോൾ ചില പാവങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെതിരായിട്ടാണ് ഈ വടകര കേസ് വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിനെതിരായിട്ടാണ് ഈ സംസ്ഥാനത്തെമ്പാടും വല്ല പ്രതിഷേധ മാർച്ച് നടത്തിയത്. ED ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചതും അതും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ മറ്റു കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഈ യോഗത്തിൽ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയും ഒക്കെ ആയിട്ടുള്ള CM ദിനേശ് മണി സഖാവാണ്. സഖാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് A. വിജയരാഘവൻ സഖാവാണ്. സഖാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചു പോകുന്നു. ഈ പ്രതിഷേധ മാർച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള CN മോഹനൻ സാറിന്റെ പേരിലുണ്ട്. സഖാവിന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ശർമ്മ സഖാവിന് സ്വാഗതം ആശംസിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ S. സതീഷന്റെ സഖാവിന് സ്വാഗതം ആശംസിക്കുന്നു. MLAമാരായിട്ടുള്ള KJ മാക്സി, KN ഉണ്ണികൃഷ്ണൻ, മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ സെക്രട്ടറിമാർ, മുഴുവൻ പ്രവർത്തകർക്കും മറ്റ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവനെ ആദരവോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ സഖാവ് ദിനേശ് മണി, ഇവിടെ CM മോഹൻ, S. സതീശൻ, ഇവിടെ CPMന്റെ ജില്ലയിലെ നേതാക്കളെ, സഖാക്കളെ, സഹോദരന്മാർ, നമ്മുടെ EDയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന
ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ സംസ്ഥാനം വളരെയേറെ ചർച്ച ചെയ്ത തെറ്റായ രൂപത്തിൽ കുഴൽപ്പണ വിതരണം തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കേന്ദ്ര അധികാരത്തിലിരിക്കുന്ന പാർട്ടി BJP ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെ തുടരന്വേഷണം മുക്കിപ്പോയി എന്നുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലം നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സത്യസന്ധമായി പ്രാവർത്തികമാക്കുന്ന ഉത്തരവാദിത്തം ഫലപ്രദമായി നിയമ ഏജൻസികൾ നടപ്പിലാക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം. അതിലുള്ള വിശ്വാസം സമൂഹത്തിലുണ്ടാവും. പകൽ പോലെ വ്യക്തമായ കാര്യങ്ങൾ അത് മുറുക്കി തീർക്കാൻ കേന്ദ്ര ഏജൻസികൾ വേർപെടുത്തുന്നു. ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസമാണ് നടത്തുന്നത്. അതിൽ തന്നെ കേന്ദ്ര ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ അധികാരമില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ അധികാരത്തിന്റെ വിനിയോഗം ഒരിക്കലും സത്യസന്ധമായി വിനിയോഗിക്കാത്ത തരത്തിൽ ED പെരുമാറുമ്പോൾ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാവും. ആ സംശയം ഇത്തരം അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിൽ സംഘപരിവാറുണ്ട്. പരിവാറിന് ഒരുപാട് കൂടുതലുണ്ട്. ABVP, മറ്റേ BJP, 34 സംഘപരിവാർ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. 34 സംഘപരിവാർ സംഘടനകളിൽ 35ാമതായിട്ട് ED മാറുന്നു എന്ന് സാധാരണ ജനം വിശ്വസിക്കാൻ ആർക്കില്ല എക്സെപ്ഷനുകൾ. അത് അപകടകരമായ ഒരു വീഴ്ചയാണ്. അപകടകരമായ വീഴ്ച ആർക്കും അറിയാത്ത കാര്യം. ഇതിങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെട്ട സത്യമാണ്. നമ്മുടെ കൊണ്ടുവന്ന പണത്തിന്റെ ഒരു ഭാഗം തട്ടിക്കൊണ്ടുപോയല്ലോ വെളിയിൽ വെച്ചിട്ട്. തട്ടിക്കൊണ്ടുപോയപ്പോ സാധാരണ പോയി കട്ടലൊക്കെ ഉണ്ടാവും. ഈ നമ്മുടെ സമൂഹഘടനയിൽ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് തട്ടിപ്പറ്റി പണം ഒഴിയും തട്ടും. അങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോയത് നടത്തിയാൽ അപ്പൊ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പോയി വെക്കും. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി പണം ജയ്പൂർക്കോട് കൊണ്ടുപോയില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ പണം പോയിട്ടാൽ അതാണ് അദ്ദേഹത്തിന്റെ മകന്റെ നേരെ. പിന്നെ അവരെല്ലാം ഇരുന്നു BJP നേതൃത്വത്തിൽ ഓടിപ്പോവാണ്. അത് പോലീസല്ല, അവരെ പോയി പിടിക്കുന്നില്ല. BJP നേതാക്കന്മാർ മുഴുവൻ അവിടേക്ക് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ കാര്യം വ്യക്തമായല്ലോ. ഇവർക്കായിട്ട് പങ്കിട്ടു. കേരള പോലീസ് അന്വേഷണം. കേരള പോലീസ് അന്വേഷിച്ചിട്ട് കൊണ്ടുവന്ന തെളിവുകളും 2021 മാർച്ച് മാസം 5-ാം തീയതി മുതൽ 2021 ഏപ്രിൽ മാസം 5-ാം തീയതി വരെ ഈ സംസ്ഥാനത്ത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ BJP ഓഫീസുകൾ കൊണ്ടുപോയി കൊടുത്ത പണത്തിന്റെ അളവ്, തൂക്കം, കൊടുത്ത ആള്, വാങ്ങിയ ആള് മുഴുവനായി ഈ എല്ലാം രേഖിച്ചിട്ടുണ്ട്. 5-ാം തീയതി തിരുവനന്തപുരത്ത്, 6-ാം തീയതി തിരുവനന്തപുരത്ത്, കണ്ണൂര്, 7-ാം തീയതി കോന്നിയില്, 8-ാം തീയതി ആലപ്പുഴയില്, 9-ാം തീയതി തൃശ്ശൂര്. കൃത്യല്ലേ? കൊടുത്ത തുക, കൊടുത്ത ആള്, വാങ്ങിയ BJPക്കാരൻ, അവരുടെയൊക്കെ പേര് പരിപാടിയായിട്ട് വെറുതെ ഒരു അന്വേഷണമാണോ? കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ കുറ്റപത്രത്തിന്റെ പട്ടികയല്ലേ പുറത്തു വന്നിരിക്കുന്നത്? വ്യക്തമല്ലേ?
അപ്പോ പണം കൈമാറ്റം ചെയ്തു എന്നുള്ളത് വ്യക്തം. വഴിയിൽ തട്ടിക്കൊണ്ടുവരുന്നു വ്യക്തം. BJP-കാരൊക്കെ ഓടി നടക്കണം അതിന്റെ ഒതുക്കാൻ നടക്കും. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ BJP-ന്റെ ഓഫീസ് സെക്രട്ടറി സുരേഷ് സതീഷ് മറ്റേ തിരൂര് നമ്മളെ തൃശ്ശൂർക്കാരൻ, അദ്ദേഹത്തിന്റെ യാതൊരു സംശയക്കാരെ പറഞ്ഞത് ഇത്ര പൈസ ഇവിടെ കെട്ടിവെച്ചു, ബാക്കി ഇത്ര തുക 3-3.5 കോടി രൂപ ഒരു ബിഗ് ഷോപ്പറിലാക്കിയിട്ട് BJP നേതാക്കന്മാരെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അപ്പൊ എന്താണ് ആ ഓഫീസിലെ ഓഫീസർ ഒരു മര്യാദയ്ക്ക് നമ്മുടെ ഇനി ഇത്രയും സത്യം വെളിപ്പെടുത്തിയാണ് ഒന്ന് വിളിച്ച് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നെങ്കിൽ ഇവരൊരു മര്യാദക്കാരായിരുന്നു എന്ന് നമുക്ക് അറിയാം. ആ മനീഷ് സിസോദിയനെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കെജ്രിവാളിനെ ചെയ്തിട്ടുണ്ട്, മാസങ്ങളോളം ചെയ്തിട്ടുണ്ട്. വേറൊരു കേസിൽ പ്രതിയായ ഒരാൾക്ക് നമ്മുടെ ED-ക്ക് മുമ്പിൽ മൊഴി കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയെ എത്ര ദിവസമാണ് ചെയ്തിട്ടുണ്ട്? എത്ര ദിവസം ചെയ്തിട്ടുണ്ട്? ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ചെയ്തിട്ടുണ്ട്. കുറ്റപത്രം ഉണ്ടായിരുന്നോ? കുറ്റപത്രം ഇല്ലാതെ സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ചെയ്തിട്ട് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ ചെയ്തിട്ടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലല്ലേ? സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച അതിനുവേണ്ടി കരുനീക്കിയ ED ഇത്രയും വ്യക്തമായ തെളിവ് വെച്ചുകൊണ്ട് BJP ഓഫീസിലെ ആഫീസ് സെക്രട്ടറി കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് വിളിച്ചു. അദ്ദേഹം ഇപ്പൊ സ്വകാര്യ കേസ് കൊടുക്കാൻ പറ്റില്ല, സ്വകാര്യ കേസ് കൊടുക്കാൻ നോക്കൂ. സ്വകാര്യ അന്യായം കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതമാണെന്ന് എന്തുകൊണ്ടാണ്? അന്വേഷണ ഏജൻസിയുടെ പരാജയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുക? എങ്ങനെ ED പെരുമാറിക്കൊണ്ടിരുന്നത്? ED എന്ന് പറഞ്ഞാൽ എന്താ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കാര്യങ്ങളാണല്ലോ പരിശോധിക്കുക. വലിയ ഉത്തരവാദിത്തം, ചെറിയ ഉത്തരവാദിത്തമൊന്നുമില്ല ഇടിക്കുന്നത്. മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ആ നിയമം നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് 2 കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ 2 കാര്യം എന്താ? ലോകത്ത് ഭീകരവാദം ശക്തിപ്പെടാതിരിക്കാൻ, തീവ്രവാദം ശക്തിപ്പെടാതിരിക്കാൻ, ആ ശക്തികൾ നമ്മുടെ സമൂഹഘടനയിലേക്ക് പണം കൊണ്ടുവരുന്നത് തടയാനാണ് പ്രധാനമായിട്ടും PMLA ആക്ട്. എങ്ങനെയാ ലോകത്ത് ഇത്തരം പണം ഉണ്ടാവുന്നത്? ഇപ്പൊ കൊള്ളൊക്കെ വന്നില്ലേ? ആ പണം എങ്ങനെ ഉണ്ടാവുക? ആ പണം 2 കാര്യത്തിലൂടെയാണ് ലോകത്ത് ഉണ്ടാവുന്നത്. ഒന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരി, മയക്കുമരുന്നിന്റെ വലിയ വിപണനം ലോകത്തുണ്ട്. ലോകവ്യാപകമായി ഈ മയക്കുമരുന്ന് വിതരണം നടത്തിയിട്ടാരാ? എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്? അത് ലോകത്ത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ വലിയ തോതിൽ ഉപയോഗിക്കും. എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം, വലിയ പണമാണ്. ലോകത്ത് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് മയക്കുമരുന്നിന് തള്ളിവിറ്റ് കുട്ടേറ്റ് ചരിത്രമില്ല. അപ്പൊ എന്റെ സമയപരിമിതി പോലെ എനിക്ക് കടന്നുപോയില്ല. വിയറ്റ്നാമിലെ വിമോചന പോരാട്ടത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം അന്നത്തെ അവിടുത്തെ പ്രതികൂല ശക്തികൾക്ക് ആദ്യം പണം കൊടുത്തൊന്ന് പരിശീലിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ സ്വന്തമായി പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവരെ പരിശീലിപ്പിച്ചതാണ് ലോകത്ത് ആദ്യമായിട്ട് മയക്കുമരുന്ന് കച്ചവടം ഭീകരവാദം കിട്ടുന്നത്. അവിടെ നിന്നോട്ടുള്ള 100 അനുഭവമുള്ള അവസാനത്തെ അഫ്ഗാനിസ്ഥാനിലെ മയക്കുമരുന്നിനെ കൂട്ടിവലിപ്പിച്ചുകൊണ്ട് ഓരോ സമൂഹഘടനയിലേക്കുള്ള അമേരിക്കൻ ഇടപെടലിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, തീവ്രവാദ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം വളരെ സങ്കീർണമാണ്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ തീവ്രവാദം ശക്തിപ്പെട്ടു വന്ന കാലത്ത്, ഈ ഭീകരവാദം ശക്തിപ്പെട്ടു വന്ന കാലത്ത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ഒന്നാമതായി മയക്കുമരുന്നിന്റെയും രണ്ടാമതായി അനധികൃത ആയുധ വിപണനത്തിന്റെയും അനധികൃത ആയുധങ്ങൾ കടക്കുക എന്നിട്ട് വിൽക്കുക, അങ്ങനെ കാശം തരക്കുക. ഇത് ലോകത്തുണ്ടാക്കുന്ന ആപത്തുണ്ട്.
ജനാധിപത്യത്തിന് വലിയ ആപത്കരമാണ്, സമ്പദ്ഘടനയ്ക്ക് ആപത്കരമാണ്. ഇത് ഒഴിവാക്കാനാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പാസാക്കിയത്. അല്ലാതെ റോട്ട് കൂടി പോകുമ്പോൾ രാമകുട്ടിയെ കൊണ്ടുണ്ടാവുന്നത് ഇപ്പൊ ഒരൊറ്റ ഗുണുണ്ട്. ഒറ്റ മയക്കുമരുന്നിന് ഒറ്റ ആയുധ കടത്തിന് ഇതുവരെ പിടിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ട് എതിരുള്ളവരെ പിടിച്ച് പേടിപ്പിക്കാനുള്ള ഒരു വകുപ്പാക്കി ചുരുക്കി ഇന്ത്യയിൽ BJPയുടെ ഭരണത്തിൽ. അതിനുവേണ്ടിയുള്ള ഏജൻസിയായി ചുരുങ്ങി. ഏജൻസി ഇന്ത്യ രാജ്യത്ത് അത് ചോദ്യം ചെയ്യാനാണില്ല എന്ന് കരുതി പോകരുത്. അത് തെറ്റാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ യാതൊരു മടിയും കാണിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം അതിൽ സംശയിച്ചേക്കില്ല. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഇങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഏജൻസിയാണോ ഇത്തരം അന്വേഷണ ഏജൻസികൾ? അപ്പോൾ ശരിയായ കേസ് അന്വേഷിക്കുന്നില്ല, ശരിയായ പ്രതികളെയും പിടിക്കുന്നില്ല. പിന്നെ തെറ്റായ ധാരാളം ഇന്നലെ വിനോദത്തെ പത്രത്തിൽ വായിച്ചു 193 മറ്റോ കേസുകൾ ചാർജ് ചെയ്തു. ആകെ തെളിയിച്ചത് രണ്ട് കേസ് തെളിയിച്ചത് എറണാകുളത്താണ് പരിപാടിയിലാണ് തെളിയിച്ച 2 കേസാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? പൂർണ്ണമായ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഒരു ഏജൻസി നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കും. പൂർണ്ണമായ രാഷ്ട്രീയ ആവശ്യത്തിന്, നല്ലൊരു ആവശ്യത്തിന് ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്തൊരു വിഷയം, നല്ല ചർച്ച ഇന്ത്യയുടെ പാർലമെന്റ് നടത്തുന്നത്. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഈ നിയമം ഉണ്ടാക്കുന്നത് അന്ന് നമ്മളാരെങ്കിലും കരുതും ഈ നിയമം പാസ്സാക്കുമ്പോ മുഖ്യമന്ത്രിമാരാണെങ്കിൽ കുറിച്ചപ്പോൾ ആരെങ്കിലും കരുതും ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പല ആളുകളും ആ ചർച്ചയും വിശദമായ ചർച്ച നടത്തിയാണ്. അന്നൊക്കെ ഗവൺമെന്റ് വാങ്ങിച്ചത് ആ പൈസ നമ്മൾ കൊടുക്കുകയെ ലോകത്തെ എല്ലായിടത്തും പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പാസ്സാക്കിയേ. അന്ന് ആരെങ്കിലും കരുതിയോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി രാഷ്ട്രീയ ആവശ്യത്തിന് സംഘപരിവാറുകാരന് ദുർവിനിയോഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പൊ നമ്മൾ മനസ്സിലായിക്കൊള്ളണം, ഈ BJP ഏത് നിയമം പാസ്സാക്കിയാലും ആ നിയമത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സംഘപരിവാറിന് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. തീവ്ര ഹിന്ദുത്വത്തിന്റെ ഈടുവെപ്പാണ് നിയമനിർമ്മാണം എന്ന ദയനീയമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ വരുമ്പോ അത് തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം പുരോഗമന സംസ്ഥാനങ്ങൾക്കുണ്ട് എന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിപ്പോ. ഇത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനം. എവിടെയെങ്കിലും സംശയമുണ്ടോ? ദുരുപയോഗത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ മുന്നോട്ട് ഞാൻ അതിന്റെ എല്ലാ കാര്യത്തിലും പോകില്ല. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടനയില് BJP അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി തുടർച്ചയായി വിവിധങ്ങളായ അന്വേഷണ ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ വലിയ തോതിൽ അനാവരണം ചെയ്യുന്നു. എല്ലാ ഇത്തരം ഏജൻസികളും CBI ഉപയോഗിക്കുന്നുണ്ട്, ED ഉപയോഗിക്കുന്നുണ്ട്, ഗവർണർ സ്ഥാനത്ത് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിനെ തടസ്സപ്പെടുത്തുന്നതാണ്, ജനാധിപത്യത്തിലെ ഭിന്ന സ്വരങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പുകൾ വിരോധിച്ച ED ഒന്ന് സജീവവും ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കേൾക്കുന്നില്ലെങ്കിൽ സംശയിക്കേണ്ട, തെരഞ്ഞെടുപ്പിൽ വിരോധിച്ചാൽ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടെ നല്ല പ്രോത്സാഹനം. ഏതെങ്കിലും നിരപരാധികളെ പിടിച്ചോണ്ടെന്നാ വലിയ പ്രോത്സാഹനം. അതിനെ കുറിച്ച് വാർത്ത ചാനലിൽ ഓടുന്നുണ്ടാ നമുക്ക് തന്നെ പറ്റുന്നില്ല. കാരണം എന്താ, ക്യാമറ എങ്ങനെ കാണാൻ വീഴുകയല്ലേ, എത്ര വിലപ്പെട്ട സാധനമാണ് എന്ന് ആലോചിച്ചിട്ട് വെക്കണം. നമുക്കുപോലും അത് വാങ്ങിപ്പിടിക്കാൻ വോട്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഈ എറണാകുളത്ത് അവർ ഓടിയ വോട്ടുണ്ട്. ഇത് ഇവിടെ പിണറായി വിജയൻ കേരളത്തിൽ വലിക്കാൻ വൈദ്യുതി എഴുതി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് എന്തോ വോട്ടായിരുന്നു. ആ വോട്ടം നേരെ ഓടിയിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സ് ഗെയിംസിൽ ഒരു മെഡൽ തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് കിട്ടുമായിരുന്നു. ഉസൈൻ ബോൾട്ട് രക്ഷപ്പെട്ടു. ആ ഉസൈൻ ബോൾട്ടിനേക്കാൾ ഓട്ടക്കാരാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണോ ഈ ഓട്ടം? അതാണ് ഇപ്പൊ ഇത് ഇതാരെങ്കിലും അന്വേഷിച്ചു കൊടുക്കാൻ, ആരെങ്കിലും അന്വേഷിച്ചു കൊടുത്താൽ ഈ നല്ല കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ട തെളിവ് ഇല്ലാണ്ട് എങ്ങനെയാ ചെങ്ങോട്ട് പോയി? വ്യക്തമില്ലാത്ത കാര്യം കേട്ടോ. ഇവിടെ ഒരു വിഷമം വരുന്നത് എവിടെയാണ്? ഇവിടെ വിഷമം വരുന്നത് ഈ കേസ് ചാർജ് ചെയ്യുമ്പോൾ
കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ അവരുടെ കയ്യിൽ അവർക്ക് ചുമതലപ്പെട്ട വകുപ്പ് വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കേസെടുക്കാൻ പറ്റില്ല. അത് ഇവരിടണം, വീടിടണം. സാമ്പത്തിക കുറ്റമാണ്. ആ കേസ് ഈടി അന്വേഷിക്കണം. അതുകൊണ്ടാണല്ലോ കേരള പോലീസ് കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നൊന്നായിട്ട് അന്വേഷിച്ച് വിഷയങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തെളിവ് സഹിതം അങ്ങോട്ട് വിട്ടു. അപ്പൊ അതിന് രണ്ട് ഭാഗം വരും. ഒന്ന് സാമ്പത്തിക കുറ്റത്തിന്റെ ഭാഗം വരും, വേറൊന്ന് കേരള പോലീസിന്റെ അന്വേഷിക്കാവുന്ന ഏത് പോലീസിന് അന്വേഷിക്കാവുന്ന തട്ടിക്കൊണ്ടത് ക്രിമിനൽ കേസാണ്. ക്രിമിനൽ ഭാഗം വരും. ഇവരന്വേഷിക്കേണ്ട കാര്യത്തിലുള്ള ഈ കൊടുത്ത് അന്വേഷിക്കാൻ ആ ഭാഗം മാത്രമാണ് അന്വേഷിക്കുന്നത്. അവിടെ ഒരു എക്സോണറിറ്റിയാണ് ഒഴിവാക്കുക. ഇപ്പൊ ഇന്ന് ഞാൻ പേപ്പർ വായിച്ചിട്ടാണ് ഈ കുഴൽപ്പണക്കാര് പൈസ കൊണ്ടുവന്നാൽ അവരെ പിടിക്കുന്ന വാർത്തകൾ കേൾക്കുള്ളൂ. മനസ്സിലായി? മറ്റേ കാറിന് പിടിച്ചു 2,80,00,000, കാറിന് പിടിച്ചു 3,80,00,000, കാറിന് കയറി പിടിക്കുന്നതാണ്. പോലീസിന്റെ ഫോട്ടോ മറ്റേ അവസാനം ഇതിന്റെ സാമ്പത്തികമായ കുറ്റാന്വേഷണത്തിന്റെ ഭാഗത്തേക്ക് പോയാൽ ഇതിന്റെ അപ്പോഴാണ് ഒരു 2-2.5-3 കൊല്ലം കഴിയുമ്പോൾ ഒരു കാര്യം പുറത്തു വരിക. എന്താണ്? എറണാകുളത്ത് ഹോട്ടൽ വാങ്ങാൻ പോയപ്പോൾ പൈസ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയതാണ്. അങ്ങനെ ഇതുവരെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ പത്രം വായിക്കാൻ മനസ്സിലാവും. ഏത് ഇത്ര ഓണം പിന്നെ ഉടൽ പിടിച്ചു അപ്പം നമുക്ക് മനസ്സിലായി. ഇതെന്താണ്? 3 കൊല്ലം കഴിഞ്ഞാൽ മലപ്പുറത്തെ ചായക്കട വാങ്ങാനുള്ള പൈസയാണ് 2 കൊല്ലം അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ പിടിച്ചത് എന്നെല്ലാവരും മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് സംവിധാനം തകർക്കപ്പെട്ടു. മനസ്സിലായിരിക്കും. ഇങ്ങനെ ഒരു മാനഘട്ട പരിപാടിയുണ്ട്. എവിടെയും കേട്ടിട്ടുണ്ട്. ഇതിവിടെ നടക്കില്ലേ? ആർക്കെങ്കിലും ഈ കുറ്റാന്വേഷണത്തിന് വിശ്വാസം ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ, നീതിന്യായ വ്യവസ്ഥയില് വിശ്വാസം ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. ഏത് പണം പിടിച്ചാലും അതിന് വഴി കണ്ടെത്താൻ കഴിയുന്നപ്പോ പറഞ്ഞ ഇവിടെ പിടിച്ചോടുന്ന എങ്ങനെയാ? കുഴൽപ്പണം പുറപ്പെടുമ്പോ തന്നെ എവിടെ വെച്ച് പിടിച്ചാലും അത് കുഴലല്ലാതാക്കുന്ന വിദ്യ ഇവിടെ ഇന്ത്യ നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് നിയമപക്ഷം നിലനിൽക്കുമോ? ഇതന്വേഷിക്കേണ്ടതല്ലേ? ഇതല്ലേ അന്വേഷിക്കേണ്ടത്? പോലീസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ അന്വേഷിച്ചാൽ എത്തി നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ വകുപ്പ് നിങ്ങൾ ചെയ്യണം. ഇതാ തെളിവ്, വ്യക്തമായ തെളിവില്ലേ? എന്തെങ്കിലും സംഭവിച്ചു? ഇത് സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യമാണ്. ഉത്തരം പറയേണ്ടതാണ്. എന്തുത്തരമാണ് നൽകുന്നത്? കേരള പഞ്ചായത്ത് തീയതി വെച്ചിരിക്കുന്നു. തീയതി കടലാസ് ഞാൻ എനിക്ക് കൊടുക്കാം. തീയതിയാ ഇത്രാം തീയതി എല്ലാ തീയതിയും കൊടുത്തിട്ട് ഇത് പണം അടിച്ചു വിതരണം ചെയ്തതിന്റെ കണക്ക്. കേരളത്തിലേക്ക് ഈ പണം വരുന്നതുകൊണ്ട് കർണാടകയിലാണ്. ശ്രദ്ധിച്ചോ? ആ റൂട്ടുണ്ട്. അതിനെ കുറിച്ച് അന്വേഷിക്കുന്ന അതിന്റെ റൂട്ടുണ്ട്. ധർമ്മരാജൻ എന്നതാണ് പേരെന്നുള്ള മുസ്ലിം. ഇപ്പൊ അദ്ദേഹം ഓടലോങ്ങാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഓടലോങ്ങാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇവരൊക്കെ അന്വേഷിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണി അറിയുന്നതുകൊണ്ടാണ് അത് വെളിയിലോട്ട് തട്ടിക്കൊണ്ടുപോകാൻ മറ്റു കാര്യങ്ങളിൽ വരുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കും. അപ്പോ ആ തെളിവുണ്ട്. പണം കേരളത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ, ഒന്ന് BJP, മറ്റൊന്ന് കോൺഗ്രസ്. ഇവരാണ് ഈ കർണാടകയിൽ റൂട്ട് ശരിയാക്കുന്നത്. 2 കൂട്ടർക്ക് കിട്ടിയതുള്ള ഇവരും നമ്മുടെ നാട്ടിലുണ്ട്, സമൂഹത്തിലും മുന്നിലുണ്ട്. ഒരു കാര്യം ഉറപ്പുണ്ട്, അത് കിട്ടാത്ത പാർട്ടിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങൾക്ക് പരിപാടിയില്ല. അതിനത് പറയാം. ഞങ്ങൾക്ക് പൈസ മുടക്കിയത് 2 കൈയും നീട്ടി പാവപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവന്റെ പിന്തുണയോടുകൂടി ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം സമൂഹത്തിൽ സംരക്ഷിക്കും. ആവശ്യമാണ്. പക്ഷേ ഈ ഈട് പരിശ്രമിച്ച മുഴുവൻ എവിടെയാ? ഈ കേരളത്തിൽ. എന്ത് പരിശ്രമമാണ് ഈട് നടത്തിയിട്ടുണ്ട്? ഈ തെറ്റായ പണം തെറ്റായ വഴിക്ക് കൊണ്ടുവന്ന് താങ്കളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കൃത്യമായി നടത്തുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ അതിന്റെ ആളുകളുടെ പേരും പട്ടിയും മുന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചോ? കേരള പോലീസ് ഓരോരുത്തരുടെയും പേര് കടലാസിക്ക് കൊടുത്തില്ലേ? ആരെങ്കിലും വിളിച്ചന്വേഷിച്ചോ?
സാക്ഷിയായോ പ്രതിയായോ പരിശോധിച്ചോ? ഇതെന്ത് കുറ്റാന്വേഷണമാണ്? നമ്മുടെ നാട്ടിലെ കള്ളപ്പണം പിടിക്കാൻ പോകുന്നത് എന്ത് തരം അന്വേഷണമാണ് നടത്തുന്നത്? നിരപരാധികളെ വിളിച്ചു കൊണ്ടുപോയി മണിക്കൂറുകളോളം ഇരുത്തി സമ്മർദ്ദം ചെലുത്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു വർഗങ്ങളിലൂടെ അവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ പെരുമാറുക, കൃത്യമായ തെളിവുകൾ കൺമുമ്പിൽ വന്നാൽ ആ തെളിവുകളെ അവഗണിക്കുക, വർഷങ്ങളോളം അത് അന്വേഷണമില്ലാതെ വെക്കുക, അവസാനം സമൂഹം തന്നെ നേരിട്ട് ഈ അന്വേഷണത്തിന്റെ വിവരം അന്വേഷിച്ച് കോടതികൾക്ക് തന്നിട്ട് വരുമ്പോ കോടതി ചോദിക്കുക എവിടെത്തി. അങ്ങനെയൊക്കെ ചോദ്യം ധാരാളം വന്നാൽ ഒരു ദിവസം ഒരൊറ്റ പ്രഖ്യാപനം ഞങ്ങൾക്കറിയില്ല. അങ്ങനെയാണോ തീരുമാനം? സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമായ തെളിവ് വന്നാൽ ആ വസ്തുക്കൾ അന്വേഷിച്ച് ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചത് എന്ന് പറയണ്ടേ? ഒന്നാമത്തെ ആരോപണം ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ കഴിയുക? സത്യം പുറത്തു പറയാൻ സന്നദ്ധനായി വന്ന ഒരാളെ വിളിച്ച് അന്വേഷിക്കാത്തടത്ത് എങ്ങനെയാണ് നമുക്ക് ആ ഘടനയിൽ ആ സംവിധാനത്തിൽ വിശ്വാസം ഉണ്ടാവുക? ഇപ്പൊ അടിസ്ഥാനപരമായി സംഭവിച്ചത് ഇത്ര നാൾ കേരളത്തിലെ പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രതിപക്ഷം, CPIM പോലുള്ള പാർട്ടികൾ ഈ അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ് എന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയ്ക്ക് പ്രാദേശിക പാർട്ടികളൊക്കെ പിടിക്കാൻ പറ്റും, BJPക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. പ്രാദേശിക പാർട്ടി പിടിക്കണമെങ്കിൽ ആരാ ഇവരെ പറഞ്ഞേക്കാം? അജിത് പവാറിനെ പിടിക്കാൻ പോയല്ലോ, ആദ്യം പോയി 1000 കോടിയുടെ പിടി, അതേ ഉമ്മണ്ടിയായി അത് പോയി. അങ്ങനെ പരിപാടി നടക്കുന്നു. ആളെ പിടിക്കാൻ ഏജൻസി, പേടിപ്പിക്കാൻ ഏജൻസി, രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോ നമ്മുടെ സമൂഹഘടനയിലെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അന്വേഷണ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് അധികാരത്തിലിരിക്കുന്ന BJPക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് എന്ന് വരികയും ചെയ്തിരിക്കുക. നമുക്ക് ഈ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം അറിയാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മുടെ അവകാശമല്ലേ? റോഡിൽ നിന്ന് പണം തട്ടി കൊണ്ടുവരുന്നില്ലേ? തെളിവുകൾ ആരാക്കപ്പെട്ടതല്ലേ? പല മാധ്യമങ്ങളിലും വന്നതല്ലേ? നമുക്കറിയാത്ത കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ, ഞാൻ പത്ര വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഏത് ഈ കുഴപ്പണം പുറപ്പെടുമ്പോൾ തന്നെ 5-6 ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിക്കും. അപ്പോ 2 കോടി പിടിച്ചാൽ അത് ന്യായാക്കുള്ള ആള്, 5 കോടി പിടിച്ചാൽ അത് ന്യായാക്കുള്ള ആള്, 7 കോടി പിടിച്ചാൽ അത് ന്യായാക്കുള്ള. അപ്പൊ ഓരോ തരത്തിലും പിടിച്ചാൽ പിടിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടാണ് ഈ പണം പുറപ്പെടുത്തുന്നതാണ്. അതിന്റെ റൂട്ട് വരെ അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു. അപ്പൊ നമുക്കൊരു അവകാശമില്ലേ? നാട്ടുകാർക്കൊരു അവകാശമില്ലേ? സത്യം അറിയാനുള്ള അവകാശമില്ലേ? ശരി അറിയട്ടെ. ഈ സാമൂഹ്യ നിയമങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പാക്കട്ടെ. രാഷ്ട്രീയം എന്നത് കള്ളപ്പണവും കുഴൽപ്പണവും ഉപയോഗിച്ച് നാടിനെ വിലയ്ക്ക് വാങ്ങാനുള്ളതാണോ? കേന്ദ്ര ഭരണകക്ഷി നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ കാശ് കൊടുത്തു വാങ്ങാൻ ഏറ്റവും അപകടകരമായ കള്ളപ്പണ ഹവാല റൂട്ടുകളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ആപത്കരമായ വാർത്തയുടെ മുന്നിൽ സത്യമറിയാനുള്ള അവകാശം നമുക്കില്ല. അത് തെറ്റിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. അതിനുവേണ്ടിയുള്ള നിയമ സംവിധാനം ഏജൻസിയും ആ ചുമതല നിർവഹിക്കട്ടെ. അത് നിർവഹിക്കാതെ BJPക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തെറ്റും ചെയ്യാം, ഏത് തെറ്റായ പ്രവർത്തനം കൈകാര്യം ചെയ്യാം, ഏത് ക്രിമിനൽ പ്രവർത്തനവും നടത്താം. ഇതാ സംരക്ഷണത്തിന്റെ കൂടെ ഏജൻസികളുടെ കൈകളിലുണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ മുന്നിൽ നിശബ്ദരായി നിൽക്കാനാവില്ല. അതിനെതിരായി പൊരുതിയും പോരാടിയും സത്യം കണ്ടെത്താനുള്ള ആ പ്രവർത്തനത്തിൽ അണിനിരക്കുന്നത് വേണം എന്നുള്ള നിലയിലാണ് CPIM ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ പ്രതിഷേധം ആവശ്യപ്പെടുന്നു. കേന്ദ്ര ഭരണകക്ഷിക്ക് യഥേഷ്ടം നമ്മുടെ സമൂഹഘടനയിൽ കള്ളപ്പണവും തെറ്റായ പണവും കുഴൽപ്പണവും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കള്ളക്കടത്തും ഒക്കെ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന സ്ഥിതി വരുന്നിടത്ത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അസ്തമയമാണ് നമ്മൾ കാണുന്നത്. ആ ജനാധിപത്യ അസ്തമയങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ കേരളത്തിലെ ED ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും അപകടകരമായ കള്ളപ്പണം എന്ന് പറയുന്ന വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യത്തെ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞ സംഭവം. അത് സമൂഹത്തിൽ ആവർത്തിക്കാൻ പറ്റുന്നത് തെറ്റായ ഒരു മാതൃകയാണ്. അപ്പോ കേന്ദ്ര ഭരണകക്ഷിക്ക് വേണ്ടി BJPക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ഈ സമീപനത്തെ
തുറന്നു കാണിക്കുക. സമൂഹത്തിന്റെ ജാഗ്രത, ഇത്തരം കാര്യങ്ങളിൽ സമൂഹം ജാഗ്രതയോട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഉണ്ടാവില്ല. രാഷ്ട്രീയ പ്രതിയോഗിയെ കടന്നാക്രമിക്കാൻ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്ന സാഹചര്യത്തിന്റെ ആവർത്തനം ഉണ്ടാവും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായതാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കാലത്തുണ്ടായതാണ്. ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളിനെ വലിയ തോതിൽ ദുർവിനിയോഗം ചെയ്തതാണ്. നിയമങ്ങളെ ദുർവിനിയോഗം ചെയ്ത് നിരപരാധികളെ മാസങ്ങളും വർഷങ്ങളും കൽത്തുറുങ്കിൽ അടച്ച അനുഭവം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കൽത്തുറുങ്കിൽ അടച്ചവർ എല്ലാ കാലത്തും അധികാരത്തിൽ ഇരുന്നിട്ടില്ല. അധികാരത്തിൽ അവർ മാറിപ്പോയിട്ടുണ്ട്, ജനങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ ദുർവിനിയോഗത്തിൽ കൽത്തുറുങ്ക് കാണിച്ച് പേടിപ്പിച്ച് അങ്ങ് രാഷ്ട്രീയ പ്രതിയോഗങ്ങളെ ഇല്ലാതാക്കാം എന്ന ആ പ്രവർത്തന പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാരനെ കൂട്ടിവെച്ചേക്കരുത്. ഭയം അക്കാര്യത്തിൽ ഞങ്ങൾക്കില്ല എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ തെറ്റിനെ തുറന്നു കാണിക്കണം. കാരണം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു ഏജൻസിയാണ് ഇ ഡി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാർട്ടിക്കെതിരായിട്ടാണ് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ സത്യാന്വേഷണത്തിൽ അത് പൂർണ്ണ പരാജയമാണ് എന്ന പരമമായ സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഈ ഏജൻസിയെ ദുർവിനിയോഗം ചെയ്യുകയും രാഷ്ട്രീയ യജമാനന്മാരെ വെള്ളപൂശുകയും ചെയ്യുന്ന, അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ നിലപാട് തുറന്നു കാണിക്കുക. വലിയ തോതിൽ എല്ലാ ജനങ്ങളിലേക്കും, കേരളത്തിലെ ജനങ്ങളിലാകെ ഇതിന്റെ എല്ലാ വസ്തുക്കളിലേക്കും എത്തിക്കുക എന്നുള്ള നിലയിലുള്ള വിപുലമായ ആശയ പ്രചരണ പരിപാടിയാണ് CPM സംഘടിപ്പിച്ചത്. കേരളത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഈ വസ്തുതകളെ ജനങ്ങൾക്ക് വിശദീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ നടത്തുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് എറണാകുളം ED ഓഫീസിന്റെ മുന്നിൽ ഈ സമര പ്രക്ഷോഭ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സത്യാന്വേഷണമാണ് അതിപ്രധാനമായ കാര്യം. ആ സത്യത്തെ സമൂഹത്തിൽ നിങ്ങൾ മറച്ചുവെച്ചാലും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ തെറ്റായ പ്രവർത്തനം നടത്തുന്നവരെ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മൂടിവെച്ചാലും സത്യം ഇല്ലാതാവുന്നില്ല എന്ന വസ്തുത ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഏജൻസികൾ നമ്മുടെ സമൂഹഘടനയിൽ ശരിയുടെ വഴിക്കല്ല, തെറ്റിന്റെ വഴിക്കാണ്, സത്യത്തെയല്ല അസത്യത്തെയാണ് സംരക്ഷിക്കുന്നത് എന്ന ആപത്ത് ജനാധിപത്യത്തിൽ തീർത്തിരിക്കുന്ന വിപര്യത്തെ നമ്മുടെ സമൂഹഘടനയിൽ ജാഗ്രതയോടുകൂടി കാണണം. ശക്തമായ പ്രതിഷേധമാണ് അത്തരം സന്ദർഭങ്ങൾ ഉയർത്തേണ്ടത്. ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് നിലയുറപ്പിക്കേണ്ടത് എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടിക്കെതിരായും വലിയ തോതിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ട ഒരു ഏജൻസിയുടെ തെറ്റിനെ തുറന്നു കാണിക്കുക എന്നുള്ള ആ ചരിത്ര ചുമതലയാണ് ഇവിടെ നിർവഹിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ പങ്കാളികളാവാനെത്തിയ എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചെന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ജില്ലാ സെക്രട്ടറിയുമായ CM സംസാരിക്കും. അതിന് പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് CM ദിനേശ് മണി, നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് A. വിജയരാഘവൻ, ഈ പൂർവ്വയിലെത്തും ഈ സമരത്തിൽ പങ്കെടുത്ത, മാർച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ സമരത്തിന് ആധാരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായി സഖാവ് A. വിജയരാഘവൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരായുധം എന്നുള്ള നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിച്ചു തുടങ്ങിയതിൽ ഏറ്റവും വേഗത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന ശേഷമാണ്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED, അതുപോലെ തന്നെ CBI, NIA തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ ഉപയോഗിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ഉപയോഗപ്പെട്ട ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് വന്ന കേസിന്റെ അടുത്ത് സുപ്രീം കോടതി ഈ സ്ഥാപനങ്ങളെ കുറിച്ച് വിശേഷിപ്പിച്ച ഒരു വാക്കുണ്ട്. അത് കേജ്ഡ് പാരറ്റ് എന്നാണ്. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ കേജ്ഡ് പാരറ്റ്സ് ആണ്, കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ്.
ആ തത്ത കൂടിനകത്ത് മാത്രമേ ബലം ഉണ്ടാക്കൂ. ഇവിടെ ഇരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ഉദ്യോഗസ്ഥ പ്രമാണിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയേ ഉള്ളൂ. സുപ്രീം കോടതി അല്ല, സുപ്രീം കോടതിക്ക് വരുന്നതല്ല നരേന്ദ്രമോദി. അങ്ങനെ കൂട്ടുകളയ്ക്കപ്പെട്ട തത്ത എന്ന് വിശേഷിക്കപ്പെട്ട ഈ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ 2014 ശേഷം, ഒരു വർഷത്തെ കണക്ക് സഭ പറഞ്ഞത്, 2014 ശേഷം 5000 റെയ്ഡ് നടത്തി. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ആ കേസിൽ ട്രയൽ നടത്തി ശിക്ഷിക്കപ്പെട്ട, ട്രയലിലേക്ക് വന്ന കേസുകളിൽ വളരെ ചെറുപ്പമുള്ളൂ. ശിക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണമാണ് ചെറിയ നമ്പർ. ഈ കൈവരുന്ന എണ്ണാതെ നമ്പർ വന്നത്. ഇവരാരെയാണ് അറസ്റ്റ് ചെയ്യാൻ പോയത്? ഇപ്പൊ ഡൽഹിയുടെ മുഖ്യമന്ത്രി രാഷ്ട്രീയം ഞാൻ പറയല്ലേ, ഡൽഹി മുഖ്യമന്ത്രിയുടെ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഒരു കരാർ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടാൻ ആലോചിച്ചു. കരാറിൽ ഏർപ്പെട്ടില്ല. കരാറിൽ ഏർപ്പെടുകയോ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം അതിന്റെ പൈസ കൈമാറുകയും ചെയ്തിട്ടില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന് മദ്യം ഇറക്കുന്നത് സംബന്ധിച്ച് ഇതിന്റെ ചർച്ച നടത്തിയ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ചർച്ച നടത്തേണ്ടേ ഉള്ളൂ. അത് സംബന്ധിച്ചുള്ള വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ വിമർശനം വരെ മാത്രമല്ല, അവർക്ക് തന്നെ തോന്നി ഇത് വേണ്ട എന്ന് വേണ്ട ഉണ്ടാക്കി. ഈ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, ആ മിനിറ്റ്സ് അറിയോ, ആ മിനിറ്റ്സ് ഒക്കെ വെച്ച ശേഷം പരാതി കൊടുത്തത് ഡൽഹി PCCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് ആ പരാതി കൊടുത്തത്. ആ പരാതി അടിസ്ഥാനത്തിലാണ് എങ്ങനെയും ഡൽഹി പിടിക്കുക. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തെ 6 മാസം ജയിലിലിട്ടു. അതാണ് സുപ്രീം കോടതി ഇടപെട്ട് ഇറക്കി. അദ്ദേഹത്തിന്റെ എക്സൈസ് മന്ത്രിയായ സഞ്ജയ് സിംഗ്, അദ്ദേഹത്തെ 2 വർഷം ജയിലിലിട്ടു. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ 1.5 വർഷം ജയിലിലിട്ടു. പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള അഭിഷേക് മർലേന അവരുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പലവട്ടം തീരുമാനിച്ചു, പക്ഷെ നടന്നില്ല. BJP ഇത്തരം ഏർപ്പാടിൽ കൂടി ഡൽഹിയിലാണ് വിളിച്ചത്. ഝാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ തന്നെയാണ്, മറ്റേ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി എന്ന ഷിബു സോറന്റെ ചേതൻ ഹേമന്ത് സോറൻ. ആ ഹേമന്ത് സോറൻ അദ്ദേഹം അത് പിടിച്ച് ഡൽഹി ജയിലിലാക്കി. ജയിലിൽ കിടന്നുകൊണ്ട് അടുത്ത 6 മാസം ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു, വീണ്ടും മുഖ്യമന്ത്രിയായി. നമ്മുടെ ഇന്ത്യക്കകത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അജിത് പവാർ എന്ന് പറഞ്ഞ NCP നേതാവ്, അതായത് ശരത് പവാറിന്റെ ജ്യേഷ്ഠന്റെ മനുഷ്യൻ അജിത് പവാർ, ആ അജിത് പവാറിന് 1500 കോടി രൂപയുടെ അഴിമതി CBI കണ്ടെത്തി. അപ്പൊ അജിത് പവാർ ചോദിച്ചു, എന്ത് വേണം? ഒന്നെങ്കിൽ ജയിലിപ്പ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ BJP ചേരാൻ പറ്റും. അങ്ങനെ അവിടുത്തെ ഉദ്ധവ് താക്കറെ ഗവൺമെന്റ് അട്ടിമറിച്ചതിന് ശേഷം അയാൾ BJP ചേർന്നു. അയാൾ അപ്പൊ തന്നെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി. ആ കേസ് ഒരു 2 മാസം കൊണ്ട് തീർന്നപ്പോൾ തിരിച്ചു വീണ്ടും NCP. ഈ ശരത് പവാറിന്റെ നല്ല പിടിപിടിക്കാൻ അതിന്റെ ഏതൊരാളെ എപ്പോഴും സ്വീകരിക്കും, പുറത്താക്കുകയും ആളാണ്. അങ്ങനെയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് ഏകനാഥ് ഷിൻഡെ എന്ന് പറഞ്ഞ വിദ്വാനെ പിടിച്ച് അദ്ദേഹത്തെ പിടിച്ച ശേഷം പറഞ്ഞു, എന്ത് വേണം, ജയിലിൽ പോകണോ അതേ ഞങ്ങളോട് വരണമെന്ന്, അല്ലെങ്കിൽ ശിവസേന പിളരണോ? ശിവസേന പിളർത്തി ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി, ഇപ്പൊ ഉപമുഖ്യമന്ത്രി. അജിത് പവാറിനെ പിന്നീട് വീണ്ടും ഒന്നോട് പറഞ്ഞ് ബലം പിടിച്ചു. അദ്ദേഹം അജിത് പവാർ വീണ്ടും പിളർത്തി, അദ്ദേഹം വീണ്ടും ഇപ്പം അവരുടെ ഉപമുഖ്യമന്ത്രിയായി. ഷിൻഡെയും ഉപമുഖ്യമന്ത്രിയായി. എത്ര ഉദാഹരണം വേണം? തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയെ പിടിച്ച് 1 വർഷം ജയിലിലിട്ടു. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി ഒപ്പിക്കുന്ന ഇത് കൂടാതെ വേറെ പരിപാടിയുണ്ട്. 27,000 കോടി രൂപയാണ് കാലുമാറ്റത്തിന് വേണ്ടി BJP ചെലവഴിച്ചതെന്ന് കണക്ക് പുറത്തു വന്നു, മാഗസിൻസ് കൊണ്ടുവന്നു. 27,000 കോടി രൂപ. അങ്ങനെയാണ് കരുണാകരയുടെ ഗവൺമെന്റ് അട്ടിമറിച്ചത്. ഇവിടുത്തെ ഭോപ്പാലിലെ മധ്യപ്രദേശിൽ കോൺഗ്രസ്സുകാർക്ക് അത് പ്രശ്നമാണ്. ഇവിടെ ഉള്ളവർക്ക് ഒന്നാമത്തെ കാര്യം, കേരളത്തിന്റെ അതിർത്തി വിട്ട ശേഷം പിന്നെ രാഷ്ട്രീയം അറിയാൻ പാടില്ലല്ലോ. അവിടുത്തെ PCC പ്രസിഡന്റ് ആയിരുന്ന കക്ഷി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് കൊടുത്ത ആൾ മനസ്സിലാക്കേണ്ട വിദ്യ, കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോണിയാഗാന്ധിയെ 21 മണിക്കൂറാണ്, അവർക്ക് മയോ ക്ലിനിക്കൽ ചികിത്സ കഴിഞ്ഞിരിക്കുമ്പോഴാണ് 21 മണിക്കൂറാണ് മുട്ടയിൽ നിർത്തി ചോദ്യം ചെയ്തത്. രാഹുൽ ഗാന്ധി 55 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഇവിടെ ഒരു ചോദ്യം ആരും ചെയ്തില്ല. ഇങ്ങനെ ഇഷ്ടംപോലെ ചോദ്യത്തിനനുസരിച്ച് വളഞ്ഞ ആൾക്കാരുണ്ട്. മമതാ ബാനർജി, ശാരദ ചിട്ടി കുംഭകോണത്തിൽ മമതാ ബാനർജിയെ വേണമെങ്കിൽ അറസ്റ്റ് ജയിലിൽ വെക്കാം, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ മമതാ ബാനർജി പറഞ്ഞു, എന്നാ ശരി, രാഷ്ട്രീയ നിലപാട് മാറ്റി, BJPക്കെതിരായിട്ടുള്ള അവിശ്വാസപ്രമേയത്തെ പിന്തുണച്ചില്ല. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഞാൻ ചോദിക്കട്ടെ, PM എല്ലാ നിയമത്തിന്റെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുക. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ മകൻ 2014 കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ റിട്ടേൺസ് ഉണ്ടല്ലോ എന്നറിയോ, 35 ലക്ഷം രൂപയായി.
ഔട്ട്ലുക്ക് മാഗസിൻ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് മാഗസിൻ പറഞ്ഞു 2019 അദ്ദേഹം കൊടുത്ത റിട്ടേൺസ് 350 കോടിയാണ്. എവിടെ കാര്യം ഉണ്ടായിരുന്നു? ആ വിദ്യ എന്റെ ഇന്ത്യയിൽ സാധാരണക്കാർ പറഞ്ഞു കൊടുക്കാത്ത ഇപ്പൊ അദ്ദേഹം ICC ഇന്റർനാഷണൽ നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, ICCയുടെ പ്രസിഡന്റാണ്. എവിടെ കാര്യം ഉണ്ടായിരുന്നു? നമ്മുടെ BJPയുടെ നേതാക്കന്മാരുടെ ആൾക്കാരുടെ പരിചയമാണ്. അവരെവിടുന്ന് പണം ഉണ്ടാക്കി? ഈ പണം ഉണ്ടാക്കി ED ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നാണക്കെട്ടന്മാരാണ് ഭൂരിപക്ഷമെങ്കിലും കുറച്ചുപേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവന്മാരാവില്ല. അതെങ്ങനെയാണ് ഞങ്ങൾ നക്കി ഇവന്റെയൊക്കെ അണ്ടർവെയർ നടക്കുമ്പോ എങ്ങനെയാണ് ഈ യുമാർ പണം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നത്? EDയുടെ ഡയറക്ടറായി നീട്ടി കൊടുത്ത സുഖയോഗത്തിന് പറ്റില്ല തോന്നുന്നു. അയാളുടെ പേരാണ് സഞ്ജയ് സിംഗ്. അയാൾ എന്തെന്നറിയോ? ഇപ്പോ നരേന്ദ്രമോദിയുടെ ഇക്കണോമിക് അഡ്വൈസറായിട്ട് വെച്ചു. എങ്ങനെയുണ്ടാവും പോക്ക്? അതായത് പ്രസിദ്ധനായിട്ടുള്ള സാമ്പത്തിക വികസനം പത്രപ്രവർത്തനമൊക്കെ ആയിരുന്ന അദ്ദേഹം വിവേക് ഒബ്റോയ് അദ്ദേഹം രാജിവെച്ചപ്പോ ആ രാജിവെച്ച സമയത്തേക്ക് ആ സ്ഥാനത്തേക്ക് കൊടുക്കാൻ ആരെന്നറിയോ? ഈ ED ഇയാളെ മാറ്റണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ട് മാറ്റിയാളെ സാമ്പത്തിക അനുമതിക്കാൻ വേണ്ടി നരേന്ദ്രമോദി വെച്ചിരിക്കുകയാണ്. ഈ സഞ്ജയ് സിംഗ് എന്നതിന്റെ പേര്. ഇത്രമാത്രം വൃത്തികേട് കാണിക്കുന്ന ഒരു ഏജൻസി പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സത്യസന്ധമായി ഡെമോക്രാറ്റിക്കായി ജനങ്ങളെ നേരിട്ട് ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വർഗീയതയും ഈ തരം തട്ടിപ്പുമില്ലാതെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിൽ നിൽക്കാൻ പറ്റൂല. BJPക്ക് അതാണ് എല്ലാ കാര്യത്തിലും ഭരണകൂടമാണ് ചെയ്യാറുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കാൻ അമിത്ഷാ പോലെ ആളുണ്ട്. ഇപ്പോഴത്തെ അവസാനം ബിജുവിനെ അറിയോ? സഹകരണ രംഗത്ത് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ അഹമ്മദാബാദിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഗുജറാത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സഹകരണ പ്രസ്ഥാനം എന്താണ്? അത് മലയാളിയാണ് V. കുര്യൻ സ്ഥാപിച്ച അമൂല. ആ കുര്യനില്ലാതെ എന്ത് സഹകരണ പ്രസ്ഥാനം? ഗുജറാത്തിലെ ആനന്ദിൽ സ്ഥാപിച്ച ആ സ്ഥാപനമാണ് ഇന്ത്യക്കെമ്പാടും ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഈ അമൂൽ എന്നറിയപ്പെടുന്ന സഹകരണ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ പേരില്ല, ഏതോ RSSന്റെ പേരിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഇങ്ങനെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി RSS നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം എതിരാളികളെ ഇല്ലാതാക്കാൻ രാഷ്ട്രീയമായി നേരിടാനുള്ള ശേഷിയില്ലാതെ പാർലമെന്റിൽ ചർച്ച നടത്താൻ ആവശ്യമായ ത്രാണിയില്ലാതെ കള്ള ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. നിയമവിരുദ്ധം തന്നെ നിയമങ്ങൾ അതിനെതിരെ സുപ്രീം കോടതി വെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ BJP അധികാരത്തിൽ തുടരുന്നത്. അവരാണ് ഈ കൊടകര കുഴൽപ്പണ കേസ്. ആ കുഴൽപ്പണ കേസ് BJPക്ക് എന്തല്ലോ വിജയരാഘവന്റെ കാര്യം പറഞ്ഞു ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു കാര്യം പറയാം, BJPയുടെ കേരള നേതൃത്വം ഇപ്പൊ മാറി രാജീവ് ചന്ദ്രശേഖരൻ BPL വിറ്റത് 5000 കോടിക്ക്. ആ ഉറുപ്പിക വന്നുള്ളൂ 5000 കോടിക്കാണ് BPL എത്ര വർഷം 15 വർഷം വിറ്റത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് BJPയുടെ പ്രസിഡന്റ് ആയത്? അപ്പൊ അത് ചോദിക്കണം എങ്ങനെ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയത്? അപ്പോൾ ഉടനെ തന്നെ രാഹുൽ ഗാന്ധി എങ്ങനെ പ്രസിഡന്റ് ആയി? അത് നിൽക്കട്ടെ, ഈ രണ്ടും വിട്ടേക്കാം. സുരേന്ദ്രൻ എന്നൊരു പ്രസിഡന്റ് ആയതല്ലോ, BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രനെ പറ്റി തിരൂർ സതീഷ് ആ കോഴിക്കോട് BJP ആഫീസിന്റെ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം തിരൂർ സതീഷ് മൊഴി പറഞ്ഞിട്ട് കോടതിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? 41.5 കോടി രൂപയുമായിട്ടാണ് ഒരു വാഹനം ധർമ്മരാജിനെ ഏൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് PD സതീശന് കാശ് വരുന്നത് കോൺഗ്രസ് വഴി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണമുള്ള MLA DK ശിവകുമാർ, മുഖ്യമന്ത്രി എവിടുത്തെ കർണാടകത്തിൽ DK ശിവകുമാറാണ് ഇവിടെ കാശ് എത്തിക്കുന്നത്. അങ്ങനെ BJP കൊണ്ടുവന്ന ആ കാശ്, ആ പൈസയാണ് കാസർഗോഡ്, കണ്ണൂർ ഇറക്കി, കോഴിക്കോട് ഇറക്കിയപ്പോ എന്താ സംഭവിച്ചു? കോഴിക്കോട് അന്ന് ഈ BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതെന്താ ചോദിച്ചു? കുറിപ്പ് വന്നു. ശരി നോക്കട്ടെ ചെന്നപ്പോ കെട്ടായിട്ട് ഇങ്ങനെ വലിയ മറ്റേ ചാക്കിൽ കൊണ്ടുവരിക, ഒരെണ്ണം അഴിച്ച് നോക്കട്ടെ, കാശ് തന്നെയാണെന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ഈ തിരൂർ സതീശൻ മൊഴി ഇങ്ങനെയാണ്. അയാളെ കൈയിട്ടു ആയി ഒറ്റ എടുക്കുന്നത് 1 കോടി രൂപ, 1 കോടി 10 ലക്ഷം രൂപ സുരേന്ദ്രന്റെ എടുത്തു. അതെന്ത് ചെയ്തു? അതിവിടെ ഇരിക്കട്ടെ, ഒപ്പണം. എന്നിട്ടാ ഈ വണ്ടിയിൽ പണമായിട്ട് പോകുന്ന കാര്യം സുരേന്ദ്രന് അറിയാവുന്നത്, വേറെ അർത്ഥത്തില്ല. വളരെ കോൺഫിഡൻഷ്യൽ. ആ പണമാണ് കൊടകര വെച്ച് വേറെ വണ്ടി വട്ടം വെച്ച് പിടിച്ച് 3 കോടി 60 ലക്ഷം കൊണ്ടുപോയി. ആരുടെ പേരിലെ എഫ്ഐആർ? സുരേന്ദ്രന്റെ മകന്റെ പേരിൽ ഹരികൃഷ്ണൻ. ഈ സുരേന്ദ്രന്റെ മകൻ ഹരീഷിന്റെ പേരിൽ എങ്ങനെയാണ് അവര് കാസർഗോഡ് താമസിക്കുന്ന ആളെങ്ങനെയാണ് കേസിൽ പിടിച്ചത്? ആരുടെ മൊഴിയോ? ഡ്രൈവറുടെ മൊഴി?
ഹരീശൻ വന്ന വണ്ടിയാണ് പറഞ്ഞതെന്ന്. BJP നേതാവായിട്ടുള്ള സുരേന്ദ്രന്റെ മകൻ, പ്രസിഡന്റായിരുന്ന സുരേന്ദ്രന്റെ മകൻ ഹരീശൻ നടത്തുന്ന സംഘമാണ് 3,60,00,000 രൂപ വട്ടം വെച്ച ശേഷം പിടികൂടി. എന്നാ പറയണ്ടേ, ഇപ്പൊ തന്നെ ഞങ്ങൾ കാശ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു സിനിമ പറഞ്ഞാൽ ഒറ്റ പൈസ ബാങ്ക് കൊള്ളയടിച്ചു, ഒരു പൈസ നഷ്ടമുണ്ടായിട്ടില്ല. ആരും വേണ്ടി കാശ് കൊള്ളയടിച്ചു? ബാങ്ക് കൊള്ളയടിച്ചു. 6 ദിവസം കഴിഞ്ഞിട്ട് പരാതി കൊടുത്ത് ആ പരാതി ധർമ്മരാജൻ 25 ലക്ഷം ഉറുപ്പിക നഷ്ടപ്പെട്ടു. എന്തിന്? ഞാൻ ഈ ട്രാവൻകൂർ പാലസ് വാങ്ങിക്കാൻ പോയതാ. വെള്ളാപ്പള്ളി അടിക്കാത്ത ഭാഗ്യം. വെള്ളപ്പള്ളി തുഷാർ പറഞ്ഞോ, ഞങ്ങൾ ഈ ട്രാവൻകൂർ പാലസ് വിൽക്കണമില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. വെള്ളാപ്പള്ളി ശ്രമിക്കും. വെള്ളാപ്പള്ളിയുടെ ട്രാവൻകൂർ പാലസ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആ നാഷണലിന്റെ ഓരത്തുള്ള കെട്ടിടങ്ങൾ വിൽക്കും. വിൽക്കേണ്ട കാര്യമുണ്ട് വെള്ളാപ്പള്ളി. അത് വാങ്ങിക്കാനാണ് ആര്? ധർമ്മരാജൻ. അത് ആഫീസ് കൂട്ടി. അതിന് 20 ലക്ഷത്തിന് കൊടുക്കൂലേ വെള്ളാപ്പള്ളിയുടെ ട്രാവൻകൂർ പാലസ്? 25 ലക്ഷത്തിന് എറണാകുളം നഗരത്തിന്റെ PT ഉള്ള 1/2 സെന്റ് സ്ഥലം കിട്ടും. 20 ലക്ഷം രൂപ. എന്നാൽ എന്തേ 3,60,00,000 രൂപ പോയി എന്ന് പറയാത്തത്? ഇത് കള്ളപ്പണമാണ്. ഞാൻ ചോദിക്കട്ടെ, EDയുടെ പ്രവർത്തനം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നാണം കെട്ട ആ ജോലി രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോകേണ്ടത്? വേറെ വല്ല പണിക്ക് പോകേണ്ടത്? EDയിൽ ജോലി ചെയ്യുന്ന മാന്യമാരുടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ജോലി രാജിവെച്ച് മടുത്തു, ഈ തരം വൃത്തികേട് കൂട്ടുവെക്കാൻ പറ്റൂല, എന്നാൽ എല്ലാ കളവിലും തട്ടിപ്പിനും പോയി കൊടുക്കുക പരസ്യമായിട്ട്. ഇവരെ പോലെ തന്നെ രാത്രി BJP നല്ല ഉപദേശം കേട്ടൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു കേസ് ഒതുക്കി തീർത്തു വഴി കൊടകര കുഴൽപ്പണ കേസ് ഒതുക്കി തീർന്നതിന്റെ പേരിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം അവർക്ക് CBI പോലെ NIA പോലെ തന്നെ നാണം കെട്ടു, വില കെട്ടു എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെമ്പാടുള്ള ആൾക്കാർ അറിയണം. ഇതിനെ മണത്തോട് നടന്നല്ലോ കുറക്കാലം. ലൈഫ് പദ്ധതി, പിന്നെ കിഫ്ബി, തോമസ് ഐസക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈക്കോടതി ചോദിച്ചു എന്തിനായിരുന്നു തോമസ് ഐസക്ക് എന്ത്? ഇവിടെ വീട് വയ്ക്കാൻ പാടില്ല. 4,40,35,000 വീട് വീട് വെച്ച് താക്കോല കൊടുത്ത പിണറായി വിജയൻ 550 പാലം കിട്ടി. എവിടെ കാശ്? ഞങ്ങൾ ഈ പരമാവധി ഉടക്കിയിട്ടും ഈ കാശ് എവിടണം? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിലെല്ലാം വരുന്നൊരു പടമുണ്ട്. എന്നറിയോ? നരേന്ദ്രമോദി പോയ ശേഷം കൊച്ചുകുട്ടികളുടെ തലയിൽ മുട്ടുക, സ്ത്രീകളുടെ തലയിൽ മുട്ടുക, എല്ലാവരും അനുഗ്രഹിക്കുക, മുണ്ടാക്കൽ ചൂരൽമല. ഞാൻ തിരിച്ചു ചെന്ന അപ്പൊ തന്നെ കാശ് വരും. ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായിരുന്നപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യത്തിൽ എത്ര കാശ് തന്നുള്ള കാര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശനും മറ്റും ചോദിക്കട്ടെ, എത്ര കാശ് ഒക്കെ തന്നു? വേണ്ട, ഇതിന് ചോദിക്കണ്ട. അവിടുത്തെ MP പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടല്ലോ, വെറുതെ സാരി വിറ്റി പാട്ട് പാടി വന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ആൾക്കാരെ അതൊരു തോന്നും. കാരണം ഇംഗ്ലീഷും ഹിന്ദിയെ പ്രസംഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര്, അടിമബോധമുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പോകുന്നതിന് ശേഷം അവശേഷിക്കുന്നതിന്റെ പേരില് ആ തൊട്ടൊക്കെ നോക്കുന്നൊക്കെ ഇരിക്കും. അടുത്തേക്ക് പോയി പരമേന്നതാണ് അവിടെ പോയിട്ട് തൊട്ടു നോക്കി. ഇന്ന് ഈ പ്രിയങ്ക ഗാന്ധിയെ തൊടാൻ വേണ്ടി 100 ആൾക്കാർ ക്യൂ നിൽക്കാതൊക്കെയാണ്. ആയിക്കോട്ടെ, ചോദിക്കണ്ടേ? ഈ ഇവിടെ മുണ്ടക്കൈ ചൂരമലയ്ക്ക് അവസാനം 1ാം ടൗൺഷിപ്പിനാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോ ഇവന്മാരെല്ലാം കൂടി ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി വേണം ഉണ്ടാക്കിയിട്ടുള്ളൂ. അവസാനം ഹൈക്കോടതി വളരെ ഏറ്റെടുക്കാൻ ഗവൺമെന്റ് എടുത്തു. എല്ലാത്തിനും ഉടക്കി എങ്ങനെ ഒറ്റപ്പെടുത്താന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി യോഗി ഇവിടെ കഴിഞ്ഞിട്ട് 6 മാസം വെച്ചാൽ 6 മാസം കൊണ്ട് കണ്ടോ, 6 മാസം കൊണ്ട് കിട്ടുന്നു. ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാം. അതിനുവേണ്ടി ആർക്ക് വേണ്ടി വരാം. ഏതായാലും ഈ കഴിഞ്ഞ ആഴ്ച മന്ത്രിക്കുകയാണ്. എന്നറിയോ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് 500 കോടി വായ്പ തരാം. അത് തിരിച്ചടക്കണം. 500 കോടി കേരളത്തിന്റെ ആധാരം കൊടുത്താൽ 500 കോടി തരാമെന്ന് തിരിച്ചടക്കട്ടെ. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി. ബാലഗോപാൽ പറഞ്ഞ 58,700 കോടി രൂപ തരാനുള്ളതാണ്. നിങ്ങൾ ഈ ഓണക്കാലത്ത് 5,000 കോടി, ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് 2,000 കോടി കടം വാങ്ങിച്ച, ഈ വിഷുക്കാലത്ത് ബാലഗോപാൽ വീണ്ടും കടം വാങ്ങിക്കാൻ പോവാ. ആ കടം വാങ്ങിക്കുന്ന ബാലഗോപാലിന്റെ കയ്യിലേക്ക് 58,700 കോടി കിട്ടിയാൽ എന്താ അവസ്ഥ ആലോചിക്കുന്നു. ഇങ്ങനെയാണ് സമ്പത്ത് ചെരുപ്പുണ്ടാക്കുന്നത്. ഇതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഈ ഏപ്രിൽ മാസത്തെ ആവുമ്പോഴത്തേക്കും ഒന്ന് കരവറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാമോ, കേരളത്തിലെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരെ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജോൺസൺ മാവുങ്കലിന്റെ കേസിന്റെ ED അന്വേഷിക്കാൻ ചുമ അന്വേഷണം നമ്മളാണ്. അതിന്റെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണ്ടത്. കാരണം ആരും മേടിക്കണം ഒരു കാര്യം 20 ലക്ഷം 10 ലക്ഷം രൂപ വാങ്ങി 14 ലക്ഷം കൊടുക്കും എന്നാരാ മാർക്സിസ്റ്റ്. അങ്ങനെ പറഞ്ഞിരിക്കാൻ ആ മാർക്സിസ്റ്റിന്റെ സ്ഥിതി ഉണ്ടാവും. അങ്ങനെയുള്ള കേസിന്റെ തുടർന്ന് ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളിലും പോകുന്നില്ല. ഇവിടെ
ഇപ്പൊ സാധാരണ ഇതിൽ പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ പിടിക്കുമല്ലോ, കോൺഗ്രസിനെ എന്റെ പിടിക്കാത്ത അത് കൂട്ടിനെ തത്താന്ന് പറഞ്ഞല്ല, അത് ചിറകിനടിയും വെക്കുകയാണ്. അതിനാണ് പോയി മനക്കപ്പടി പ്രസംഗിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി അദ്ദേഹം വഹിച്ചുള്ള പങ്കുകൊള്ള പ്രധാനപ്പെട്ട ആലോചിച്ച മന്ത്രി സവർക്കർ വഹിച്ച പങ്കെന്താന്ന് അറിയോ? മഹാത്മാഗാന്ധി വധക്കേസിലെ 6ാം പ്രതിയാണ്. മഹാത്മാഗാന്ധി വധക്കേസിലെ 6ാം പ്രതിയാണ് സവർക്കർ. ഈ വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സെ കോടതി കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മൊഴി പൂർണ്ണമായും ആ പ്രസംഗം കംപ്ലീറ്റ് ആയിട്ട് പുസ്തകം ഇറക്കിയിട്ട് അദ്ദേഹത്തെ ഗോപാൽ ഗോഡ്സെ എഴുതി കിട്ടും. ആമസോണൊക്കെ പുസ്തകം വരും, ഇത് വായിച്ചുകൊണ്ടോ. ഒരു ചില്ല് അല്ലെങ്കിൽ ഒരു ചെറിയ തരിമ്പ് പോലും പശ്ചാത്തലമില്ലാതെ മിസ്റ്റർ ഗാന്ധിയെ വധിച്ചു ശരി. ഗോപാൽ ഗോഡ്സെ പറഞ്ഞു, ഗോപാൽ ഗോഡ്സെ അല്ല, ഈ ഇന്നലെ നമ്മുടെ ശ്രീമട്ടിന്റെ അടുത്ത ശേഷം മാപ്പ് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ആ കൃഷ്ണൻ പറഞ്ഞു, എല്ലാ കൃഷ്ണന്മാരാ, ആ കൃഷ്ണൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ആ കൂടെ നെഹ്റുവിനെ വധിക്കേണ്ടായിരുന്നു. പറഞ്ഞത് കേസരിയിൽ എഴുതിയതാ. ഇനിയിപ്പോ കേസരി കത്തി മൊത്തം കത്തിക്കാൻ പറ്റൂല്ലോ, കേസരിയിൽ എഴുതിയില്ലായിരുന്നു. ഇങ്ങനെയാണ് BJP എടുക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ട പാർട്ടിയാണ്. സിറോസ്കോപ്പി എന്ന് പറഞ്ഞ ആള് അവിടെ ജയിച്ച പ്രത്യേക സാഹചര്യത്തില്ല. അറബിക്കൽ ശ്രമിക്കപ്പെട്ട പേരാണ് സിറോസ്കോപ്പി. അതൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഈ രാജ്യത്തിന്റെ അകത്തുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർലമെന്റ് സീറ്റ് കുറവാണെങ്കിൽ പോലും ഈ രാജ്യത്തെ ഇടതുപക്ഷം ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അതിന് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. താഴെത്തട്ടിലൊക്കെ ശക്തമായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിലും തുടർന്നുള്ള നമ്മുടെ താഴെ ബ്രാഞ്ചുകളിലും ഒക്കെ നടക്കുന്ന പ്രതിഷേധത്തിന് വേണ്ടി പങ്കെടുക്കുന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരെയും സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.